എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, ആഘോഷം തുടങ്ങാം. പിന്നെന്താ? ഓക്കെ, ഫസ്റ്റ് വൺ. എന്താ കരയുന്നത്? അല്ല, ആഘോഷം തുടങ്ങുന്നതിന് ഒന്ന് കരയുന്നതല്ല, പിന്നീട് ഫസ്റ്റ് വൺ, റൈഫിൾ ക്ലബ്. ഓക്കെ, സിനിമയുടെ ഒരു ന്യൂ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ദർശന രാജേന്ദ്രൻ്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. ആള് കുഞ്ഞുമോളാകുന്നു. കുഞ്ഞുമോള് ആള് ഭീകരമാണല്ലോ. ഒന്നാമത്തെ സാധനം പിടിച്ചോണ്ടാ പൊട്ടിക്കും ഞാൻ ആയിട്ടാണ്. എന്തായാലും കുഞ്ഞുമോളെ. അടുത്തത് രുതിരം. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി. കറക്റ്റ് തന്നെയായിരുന്നു അല്ലേ? രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഡിസംബർ 13 ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി. അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു ഈ ഡിസംബറില് ഈ 5 കഴിഞ്ഞിട്ട് പിന്നെ സിനിമകളൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴാണ് എല്ലാം കൂടി അതെ. ബേബി ജോൺ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നു. ഡിസംബർ 4 ഇതിന്റെ ഒഫീഷ്യൽ ട്രailer വരും. കാലീസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അറ്റ്ലിയാണ് ഇതിന്റെ പ്രസൻസ്. നമ്മുടെ വിജയ് നായകനായ തെറി സിനിമയുടെ റീമേക്കാണ്. കീർത്തി സുരേഷിന്റെ സോങ് ഒക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. അടുത്തത് വീരധീരശൂരൻ. സിനിമയുടെ റിലീസ് ഡേറ്റ് 2025 ജനുവരി 24 എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം 10 പറഞ്ഞ 10-12 അങ്ങനെ എത്രയായിരുന്നു പറഞ്ഞത്? പൊങ്കൽ റിലീസ് ആയിട്ട് അത് മാറ്റുന്നു. അപ്പോൾ റിപ്പബ്ലിക് ഡേ അല്ലേ? 26. അതായത് ഡേ അന്ന് എന്നല്ല, ആ ടൈമിൽ റിലീസ് അങ്ങനെ. ഓക്കെ, അടുത്ത കിഴി UI. ഉപേന്ദ്ര നായകനാവുന്ന സിനിമയാണ്. ആള് തന്നെയാണ് ഇതിൻ്റെ സംവിധാനം. ആളുടെ ആ ഒരു പുതിയ വേൾഡിൻ്റെ ഒരു വാർണർ വരാൻ പോവാണ്. ഏത് വാർണർ? നമ്മുടെ ക്രിക്കറ്റർ വാർണർ അല്ല. ദിസ് ഈസ് നോട്ട് എ ടീസർ, ദിസ് ഈസ് നോട്ട് എ ട്രailer, ദിസ് ഈസ് എ വാർണർ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒഫീഷ്യൽ ട്രailerന് മറ്റൊരു പേരിട്ട് കൊടുത്തു. അതാണ്. എന്നാ വരുന്നത് അറിയോ? 2-ാം തീയതി 11/7 PM അല്ല AM PM കണ്ട് ഞെട്ടിയത് ഒരു അപ്ഡേറ്റ് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഉയർച്ചി. അടുത്തത് അത് അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല. എവിടെയോ ആരോ കോറി വെച്ചു ടൈമില് വരുന്നു. അപ്പൊ നമ്മളൊന്ന് പേടിച്ചിട്ടൊന്ന് കോറി. അതെ. അടുത്തത് ജയിലർ 2. സിനിമയുടെ പ്രൊമോ രജനീകാന്തിന്റെ അറിയാലോ, പ്രൊമോ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തലൈവറുടെ ബർത്ത്ഡേ ദിവസം, അതായത് ഡിസംബർ 12 പുറത്തു വിടും എന്നാണ് കേൾക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ ആക്ടർ ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ മോനെ, അങ്ങനെയാണെങ്കിൽ അതൊരു പൊളി തന്നെ ആയിരിക്കും. അതൊരു 1.5 പ്രൊമോ ആയിരിക്കും. അതെ, നമ്മൾ മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള സാധനമായിരിക്കും. മാത്യു നോക്കാം. സിമ്പിളായിട്ട് രജനീകാന്ത്ക്കും മേലെ, എല്ലാത്തിനും മേലെ എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു ജയിലറിൽ മാത്യുവിന്റെ ക്യാരക്ടർ കൊണ്ടുവച്ചിട്ടുള്ളത്. കാരണം മെയിൻ വില്ലനെ ഇവനെ വേണം, ഇവനെ കൊല്ലാൻ ഈസിയാണെന്ന് പറഞ്ഞത്. ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുക. ഞങ്ങളേ 2-3 മാസമായിട്ട് ഉറക്കോ ഊണൊന്നും ഇല്ലാതെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ മുമ്പില് സിമ്പിളായിട്ട് ഇവനാണോ ഇവനെ തീർത്തേരാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളിപ്പോ തീർത്തേരാന്ന്. ഓക്കെ, അടുത്ത കിഴി ഗെയിം ചേഞ്ചർ സിനിമയുടെ തേർഡ് സിംഗിൾ അല്ലടാ? തേർഡ് സിംഗിൾ വന്നിട്ടുണ്ടായിരുന്നു. സോങ് സൂപ്പർ, ഗംഭീര സോങ് ആയിരുന്നു കേട്ടോ. സൂപ്പർ വിഷ്വൽസ് സൂപ്പർ, നല്ല സൂപ്പർ സാർ. നാഷണൽ അവാർഡ് ഉറപ്പ് സാർ. എന്തിനാണ് ഇതിനാണല്ലോ ഈ 15 കോടിയൊക്കെ മുടക്കി. എനിക്ക് തോന്നുന്നു ഇവരുടെ യാത്രാ ചെലവും തീറ്റയാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അതായത് ഒരു സോങ് ചെയ്യാൻ നമുക്കിപ്പോൾ സാധാരണ നമ്മുടെ ഏരിയയിൽ തന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ നല്ല സമയമുണ്ട്. ആകെ 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ശരിക്കും ഒരു സോങ്. അത് ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. ഭയങ്കര കോസ്റ്റ് വരുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഓരോ ഇടങ്ങളിലും പോയിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസം പോകും? അതിൽ കിയാർ അദ്വാനി, രാം ചരൺ ഇവർക്ക് എത്ര പൈസ വരണം? സത്യം. ശങ്കറിന് എത്ര പൈസ? പിന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 14 കോടിയൊക്കെ ഒരു കോടിയല്ല. സത്യമാണ്. അല്ലാതെ ഈ ഒരു സ്ഥലത്തിന് അവിടെ കൊടുത്ത പൈസ ഒന്നല്ലതേ. ഇതെന്താ 4 സ്ക്രീൻ വലിച്ചിടുക, അത് അതുപോലത്തെ ഒരു പച്ച സ്ക്രീൻ വലിച്ചിടുക, കട്ട് ചെയ്യുക, എന്നിട്ട് 4 ഫ്ലവറും കൊണ്ടുവയ്ക്കുക, എന്നിട്ട് ഫ്ലവറിന്
ഈ ലോകത്തില്ലാത്ത കളറ് കളർ ചെയ്ത് വാരി വിതറും. അമ്പോ. എന്താണെങ്കിലും അടുത്ത കീഴ് എടുത്തായിരുന്നു മാർക്കോന്റെ പ്രൊമോ സോങ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. മാർപ്പാപ്പ ഒരു രക്ഷയിലാട്ടോ, ഗംഭീരം സൗണ്ട് ഇങ്ങനെ കേട്ടാണ്ടല്ലോ, പൊളി സാധനം. പക്ഷെ റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. കോപ്പിറൈറ്റ് അടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കേട്ടപ്പം ഗംഭീരമായിട്ട് തോന്നിയത് കേട്ടോ. അതെ, പാർഷ്യലി ബ്ലോക്കാ കിട്ടിയത്. യെസ്, മുഴുനീളം കിട്ടിയിട്ടില്ല. ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ കിട്ടിയാണ് കുറച്ചുകൂടെ. ഓക്കെ, അടുത്ത കിഴി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന നെക്സ്റ്റ് മൂവി. അരുൺ വർമ്മ ആരാന്നറിയോ? ഗരുഡൻ സിനിമയുടെ ഡയറക്ടറാണ്. ആളുടെ അടുത്ത സിനിമയിൽ നമ്മുടെ ചാക്കോച്ചൻ നായകനാകും എന്നുള്ളതാണ് റൂമേഴ്സ്. കാത്തിരിപ്പോ. അടുത്തത് തരൂ. തുറന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ പോലെ മതി, തുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സൂര്യ 44 സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഡിസംബർ 1st വീക്ക് ഉണ്ടാവും. നമ്മുടെ ശ്രീയാശരൻ ഐറ്റം സോങ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ടൈറ്റിൽ ടീസർ ഉടൻ വരും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ അപ്പോൾ സിംഗിൾ വരുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല. അങ്ങനെ വരുമോ? ഇല്ലല്ലേ, എനിക്കറിഞ്ഞൂടാ. ഏതായാലും ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും സൂര്യ 44ന്റെ ഫസ്റ്റ് ഇത് ടൈറ്റില് എന്തെങ്കിലും ഒന്ന് വരും. ശ്രീയാശരൻ ആള് അടിപൊളി ഡാൻസറാണ്, പക്ഷേ കുറച്ച് കാലമായിട്ട് വിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും പ്രശ്നം ഉണ്ടാവും. നോക്കാം. പുഷ്പ 2 ദ റൂൾ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന US സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ഇതേ. പിന്നെ ഐമാക്സിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ഇതേ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ സെൻസർ റിപ്പോർട്ട് വന്നതിൽ അതായത് വില്ലൻ്റെയൊക്കെ കാല് വെട്ടിയെടുക്കുന്നതും കൈ വെട്ടിയെടുക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്നിട്ടാണ് US സർട്ടിഫിക്കറ്റ് പോരാന്നല്ലേ? അങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഇപ്പോൾ അത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാനതല്ലേ കുറിച്ച്. അതായത് കുറേ വില്ലന്മാരുണ്ടല്ലോ ഇതിൽ. അതിൽ നമ്മുടെ ഫഫയുടെ കൈയും കാര്യം ഉൾപ്പെടുവോ എന്നുള്ളതാണ്. വെട്ടി നിർക്കുവോ? തീർച്ചയായും ആ കോടാലിക്ക് പണിയായല്ലോ. പിന്നെ ചന്ദനം വെട്ടുന്നത് പോലെ വെട്ടിയെടുക്കുന്നു. പിന്നെ പീലിംഗ് പ്രൊമോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര സോങ് ആയിട്ടാ തോന്നുന്നു കേട്ടോ. തുടക്കം തന്നെ എവിടെയൊക്കെ കേട്ടൊരു സംഭവം വരുന്നുണ്ട്. പക്ഷെ എന്നാലും മറ്റേ ഏതായിരുന്നു കളിയാ അന്നത്തെ ഹിറ്റ്, അതിനോടൊരു സാമ്യം കടപിടിക്കുന്ന സാമി ആ പാട്ടിനോട്. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ വെട്ടിയെടുക്കുന്നു, അതിൽ നിന്ന് ഏതോ റെഡ് ചന്ദനത്തടിയും ചുമന്ന ചന്ദനമാണ്. അതെ, രക്തചന്ദനം. അടുത്തത് തുടരും സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. തുടരുന്നുണ്ട് നാടോടിക്കാറ്റിനെ തുടരുന്നുണ്ട്. സെയിം ഒരു ചായ കൊടുക്കുന്ന സീന്. അലക്സ പ്ലേ ദ മ്യൂസിക്. എന്ത് ഞാൻ അലക്സിനെ വിളിച്ചോണ്ട് പിന്നെ ഞാൻ വൈശാഖ സന്ധ്യ അത് പാടാനോ അലക്സിനെ വിളിച്ചു. ഞാൻ പാടട്ടെ, അവൻ വരട്ടെ, ഞാൻ പാടണം. ഞാൻ ഇപ്പഴോ എനിക്ക് ബാത്റൂമിലേ പാടാൻ പറ്റുള്ളൂ. അല്ല, ചിലരൊക്കെ കമന്റ് ഇടാറുണ്ട് നിങ്ങളുടെ ഈ കക്കൂസ് പരിപാടി നിർത്തിക്കൂടെ? അപ്പൊ കറക്റ്റ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാ അപ്പൊ വരും അലക്സ അല്ല ജിനേഷ് അയ്യോ ഞാൻ പാടി കഴിഞ്ഞാൽ പിടുത്തം വിട്ടുകൂടാ. അവര് കേൾക്കുന്നത് അത് ഞങ്ങൾ സഹിക്കാം. ഞങ്ങൾ ഇപ്പോ ശീലിച്ചു. എനിക്ക് എന്താണെന്നറിയോ, കുറച്ച് സമയമൊക്കെ വേണ്ടിയിരുന്നത് പുറത്ത് വരണമെങ്കിൽ. എനിക്ക് അങ്ങനെയാ കുറെ സാധനങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, തോണ്ടിപ്പറക്കി എടുക്കണം. ചന്ദ്ര സംഗതിയൊക്കെ പുറത്ത് വന്നാൽ നോക്ക് ചന്ദ്ര. അതെ, പുറത്ത് വിടറ എന്തേലും. പിന്നെന്താ തുടങ്ങി വെച്ചോ, ഞാൻ ബാക്കി വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിത നദര കാന്തിയോ പോരെ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. അതാണ് അതിൽ കൂടുതൽ പോയാ ഇത്ര സംഗതി പുറത്ത് വന്നാ മതി. ഇനി കൂടുതൽ പോയാൽ നാറും. അടുത്ത കിഴി പണ്ട് മലയാള അക്ഷരം പഠിക്കാൻ പറഞ്ഞ പഠിച്ചില്ല. ഞാൻ അത് ആദ്യം വായിച്ചതിനെ അറിയോ, ഇട്ടിട്ട് എന്താ ഒരു 0, ആ 0 2 0
അയ്യോ. സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ ഉടനടി തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മുടെ ദിലീഷ് പോത്തൻ അറിയിച്ചിരിക്കുന്നത്. ദിലീഷ് പോത്തനുണ്ട്, നമ്മുടെ ജാഫർ ഇടുക്കി ഉണ്ട്. ഇവർ രണ്ടുപേരാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. തോമസ് സെബാസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ കേട്ടോ. നോക്കാം. ഇതേ പോസ്റ്റർ. അടുത്തത് മമ്മൂക്ക അജയ് വാസുദേവൻ മൂവി. റൂമേഴ്സ് എന്താണെങ്കിലും ഉദയകൃഷ്ണന്റെ സ്ക്രിപ്റ്റിൽ നെക്സ്റ്റ് അജയ് വാസുദേവന്റെ മൂവിയാണെന്നൊക്കെയാണ് പലയിടങ്ങളിൽ ന്യൂസ് വന്നിട്ടുള്ളത്. പക്ക റൂമറാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് കേൾക്കുന്നത് കേട്ടോ. അജയ് വാസുദേവൻ ഷൈലോക്ക് അതല്ലേ? ആ, ഇനി ചെയ്യുമെന്ന് അല്ല, ആ വൃത്തങ്ങളിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതറിയുന്നുണ്ട്, പക്ഷെ അത് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കൺഫേം ആയോന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് ജസ്റ്റ് റൂമറുകളായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, കൺഫേം ആയിട്ടൊന്നും കേട്ടിട്ടില്ല. എന്തായാലും നടക്കട്ടെ. അപ്പൊ നമ്മുടെ സിനിമയൊക്കെ എന്ന് നമുക്ക് ചെയ്യും? അതാണ് ഞാനും ആലോചിക്കുന്നത്. എത്ര നാള് കാല് പിടിച്ചിട്ടാന്നറിയോ ഒന്ന് കേട്ടത്. അയ്യോ, കേറ്റി വെച്ചിട്ടുണ്ട്. ചുമ്മാ പറയുന്ന കേട്ടോ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് കൊടുത്തിരുന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ. വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോയാൽ ആ വൈശാഖം